ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോഴേ ഇന്ന് വാഴപ്പിണ്ടി കൊണ്ട് എങ്ങനെയാണ് നല്ല രുചിയുള്ളൊരു കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി എല്ലാവർക്കും അത് ഇഷ്ടമാവുമോ നമുക്കറിയില്ല. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിലും ഇഷ്ടം വെറുതെ കഴിക്കാനായിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സംഭവം. ഇതാണ് വാഴപ്പിണ്ടി. ഇത് റൗണ്ടിൽ കട്ട് ചെയ്ത് കഴിയുമ്പോഴേ ഇതുപോലെ ഞാരുകൾ കാണും. ആ ഞാരൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. ഞാനിതിൻ്റെ കൂടെ ചക്കക്കുരു ആണ് ഇടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പരിപ്പ് വേണം. പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് വിസിൽ വരുത്തി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വാഴപ്പിണ്ടിയും അതുപോലെ ചക്കക്കുരുവും കൂടെ ഇട്ടിട്ട് ഒരു 2 വിസിലിട്ട കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് 2 വിസിൽ മതിയാവും കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അതിലേക്ക് നമുക്ക് അരപ്പൊഴിക്കണം. നാളികേരവും ചുവന്നുള്ളിയും വേപ്പിലയും കൂടെ അരച്ച മിക്സാണ് അത്. ഈ വെന്ത നമ്മുടെ വാഴപ്പിണ്ടി പരിപ്പിലേക്ക് അതങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ ചക്കക്കുരു ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് താളിക്കണം. വേറെ ഒന്നുമില്ല, വേപ്പില, ഉണക്കമുളക്, കടുക് ഇതൊക്കെ കൂടെ താളിച്ചൊഴിച്ച് അതങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണേ.